എന്നും അമ്മയുടെ പരാതിയാണ് സാമ്പാർ എന്താ വെക്കാത്തതെന്ന്. കുറേ നാളായി ഇവിടെ സാമ്പാറൊക്കെ വെച്ചിട്ട് ഇത് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് സാമ്പാറിൽ മുരിങ്ങക്കായും ക്യാരറ്റും മാത്രമാണ് ഇഷ്ടം കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അമ്മ വെക്കുന്ന രീതി ഇങ്ങനെയൊന്നും അല്ല. കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടാണ് കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നത്. പിന്നെ ഞാൻ അത് മെയിനായിട്ട് സാമ്പാർ പൗഡർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അമ്മ സാമ്പാർ പൊടി ഇട്ടാലും വേറെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്ന കാണാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കായം, അതല്ലാണ്ട് ഒരു കളിയില്ല നമുക്ക്. എൻ്റെ പരീക്ഷണത്തിൻ്റെ എപ്പോഴും ഇരയാവുന്നത് അച്ഛനായിരുന്നു. അച്ഛനുള്ള സമയത്ത് എന്ത് വെച്ച് കൊടുത്താൽ അച്ഛൻ പറയും അടിപൊളിയാ മോളെ എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ കടുകും കൂടെ തളിച്ചപ്പോഴത്തേക്കും സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. 2 കിളിമീൻ എടുത്തിട്ടുണ്ട് എന്ന് പൊള്ളിക്കാന്ന് കരുതി. 2 പേരുണ്ടായിട്ട് 2 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അധികം ഒന്നും വെക്കില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. അതിലൊക്കെ പുരട്ടിയിട്ട് മീൻ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചീര ഉണ്ടായിരുന്നു കുറച്ച്, അതും കൂടെ ഒന്ന് അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോരൻ എങ്ങനെ വെച്ച് തന്നാലും ഞാൻ കഴിക്കും കേട്ടോ. പണ്ട് മുതലേ ഇന്ന ഫുഡ് വേണമെന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോൾ കൂടുതലും പച്ചക്കറി വിഭവങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ചീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ചെറിയ ചെറിയ കുക്കിംഗ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമേ.